വയനാട് ജില്ലയിൽ 3 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ രോഗനിയന്ത്രണത്തിനായി ഊർജിത ശ്രമം തുടരുകയാണ്. ഇന്നലെ ജില്ലയിലെത്തിയ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ രോഗികളെ സന്ദർശിക്കുകയും വ്യാപനം തടയുന്നതിനായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. 12 സ്കൂളുകൾക്ക് ജില്ലയിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുന്നുണ്ട്. അരുൺ, എങ്ങനെയാണ് സ്ഥിതി? ഇപ്പോൾ ആശങ്കാജനകമാണോ? ജീന, നിലവിൽ നിയന്ത്രണ വിധേയമാണെന്നാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്നലെ ഒരാൾക്ക് കൂടി കണക്ക് കൂട്ടുമ്പോൾ 3 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. 58 പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. 14 പേർ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും 44 പേർ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. 473 പേർക്കാണ് ഇതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമായത്. ഇതിൽ 470 പേരും സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ്. ഒരു അധ്യാപികയ്ക്കും 2 രക്ഷിതാക്കൾക്കും രോഗലക്ഷണങ്ങൾ കണ്ടിരുന്നു. എന്നാൽ രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ട എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ചികിത്സ തേടിയ കുടുംബാംഗങ്ങളിൽ ബന്ധപ്പെട്ട് നിരീക്ഷണത്തിൽ 489 പേരുണ്ട്. എന്തായാലും ഇവരിലേക്ക് രോഗം പടരാതിരിക്കാനുള്ള ഒരു ഊർജിത ശ്രമമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നടക്കുന്നത്. നിലവിൽ 14 പേരെ പരിശോധനയ്ക്ക് ശേഷം വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ഫലങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരാനുണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി ജില്ലയിൽ സന്ദർശിക്കുകയും ആരോഗ്യവകുപ്പ് വേണ്ടത്ര നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നിലവിൽ ഇന്നലെ ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ നിലവിൽ ഈ രോഗമുള്ളവരെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രത്യേക പ്രോട്ടോകോൾ തയ്യാറാക്കാൻ മന്ത്രി ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന തട്ടുകടകളിലും ഹോട്ടലുകളിലും പരിശോധന ശക്തമാക്കാനും ശുചിത്വം ഉറപ്പാക്കാനും ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗബാധിത ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനകൾ നടക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആശങ്ക ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നിലവിൽ സമ്പർക്ക സാധ്യതയുള്ള 12 സ്കൂളുകൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജീന, ശരി, വ്യക്തമാണ്. അരുൺ വിൻസെന്റ് ആണ് വിവരങ്ങൾ നൽകിയത്.